ഹായ് ഗൈസ്, മണ്ടനായ ഒരു ക്യാപ്റ്റൻ. ഓ, തുടക്കം തന്നെ അതിഗംഭീരം. അപ്പം സ്ഥാനമേൽക്കാൻ വേണ്ടി ഋഷി വരുന്നു. ഏറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നു, ഞങ്ങൾ ഋഷിയുടെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, ശക്തനായ ഒരു ഋഷിയാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് മിണ്ടായിരിക്കുന്നു. കുറച്ച് നേരം ഋഷി പറഞ്ഞു, ബിഗ് ബോസ് ഇവിടെ 6 പേര് പവർ ടീമിൽ വേണം. ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. പുള്ളി തന്നെ ആര്, രസ്മിൻ ബായ്. അപ്പോൾ തന്നെ മനസ്സ് മടിച്ച് നമ്മുടെ. പിന്നെ അൻസിബ, നോറ 3, അഭിഷേക്, പിന്നെ 5 നന്ദന, പിന്നെ സായി. ഇവരെല്ലാം വന്ന് നിൽക്കുന്നു, ഭയങ്കര ക്ലാപ്പടിയും കാര്യങ്ങളും. അപ്പോൾ ബിഗ് ബോസ് എടുക്കുമ്പോൾ പറയണ്ടേ, ഋഷി പ്ലാനിങ് ഒക്കെ കൊള്ളാം, പക്ഷേ ആൾക്കാർ കുറഞ്ഞു വരുമല്ലേ, അപ്പോൾ ഇത് വേണ്ട എന്നുള്ള രീതി പറഞ്ഞപ്പോഴത്തേക്ക് നന്ദനയും സായിയും മാറ്റിയിട്ട് റസ്മിനെ, അൻസിബ, നോറ, പിന്നെ അഭിഷേക്, ശ്രീകുമാർ. ഓക്കെ, അതല്ലേ റസ്മിനെ എന്തിനു കയറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ സായോ നന്ദനോ ഓക്കെ ലാസ്റ്റ് വീക്ക് ഉണ്ടെന്നും പറഞ്ഞു, പക്ഷെ അവരാരെങ്കിലും മതിയായത്. ഇവർ ബുദ്ധിയില്ലെന്ന് ആലോചിക്കുന്നത്. ഇവർ ഇത്രയും നാളും ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റസ്മിൻ ഭായ് അങ്ങനെ കഴിഞ്ഞ് പോകുന്ന ഒരാളാണ്. എന്നെ പോകേണ്ട, വീട്ടിൽ പോയി ഇരിക്കേണ്ട സമയം കഴിഞ്ഞു. അവർ എപ്പോഴേ കഴിഞ്ഞു. പിന്നെ എന്തിനാണോ ആ ഇവളെയൊക്കെ പിടിച്ചിട്ടിട്ട് ഇവരെയൊക്കെ പിടിച്ചിട്ടിട്ടെന്ന് നമുക്കറിയത്തില്ല. സത്യം ഞാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഇതായിട്ട് വരുന്ന ഒരു ആളാണ് റസ്മിന. ഓവറാണ്, അവരെല്ലാം തികഞ്ഞെന്നുള്ള പ്ലേറ്റ് മാറ്റിക്കുന്ന ഒരു ടൈപ്പാണ് അവർ സത്യത്തിലാണ്. അത് നിങ്ങൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പം നല്ല ക്യാപ്റ്റൻസിയാണ്. തുടക്കം തന്നെ ഇനി കണ്ടറിയാം എന്തൊക്കെയാണ്.